കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയ എന്ത് തട്ടിപ്പും കാണിക്കാനുള്ള പുകമറയാണോ ചാരിറ്റി? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി ചെയ്യുന്ന ചാരിറ്റി ഷൂട്ട് ചെയ്ത് റീലാക്കി നന്മമരം ചമഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന ടോണി. ഹായ്, നമസ്കാരം. വീണ്ടും പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോണി അച്ഛനെ കുറിച്ചിട്ടാണ് കേട്ടോ. ടോണി അച്ഛനെ കുറിച്ചിട്ട് കുറേ ആരോപണങ്ങൾ ഇങ്ങനെ ഒരു മാധ്യമ പ്രവർത്തകൻ പറയുന്നുണ്ട്, ഒരു അദ്ദേഹത്തിന്റെ ചാനലിലാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾക്കെതിരെയായിട്ട് ഇത് വ്യാജ പ്രചരണമാണെന്നും ടോണി അച്ഛനും അദ്ദേഹത്തിന്റെ പേജ് വഴി പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ടോണി അച്ഛൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നമ്മളെ കൊണ്ട് പോലും കഴിയാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ഈ ഒരു പാവപ്പെട്ട ആൾക്കാരെ കണ്ടെത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന ആൾക്കാർക്ക് ഒരാൾക്ക് പോലും ഇദ്ദേഹം ചെയ്യുന്ന പോലെ ഒരു കാര്യം, ഒരു എന്താ പറയാ, ഒരു വെള്ളം മേടിച്ചു കൊടുക്കാൻ പോലും പറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന ആളെ ഒരിക്കലും അധിക്ഷേപിക്കാൻ പാടില്ല. ഇപ്പൊ വീഡിയോ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ കരിവാരി തേക്കുണ്ട്, അത് ഓരോരുത്തരുടെ ഇതാണ്. പിന്നെ എന്തായാലും അദ്ദേഹം ഇതിനെതിരെ അദ്ദേഹത്തിന്റെ പേജിൽ ഒരു സംഭവം ഇട്ടിട്ടുണ്ട്, എന്റെ കാര്യത്തിൽ ഇങ്ങനെ വ്യാജ പ്രചരണങ്ങൾ വരുന്നുണ്ട് എന്ന്. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് നിയമം ഉണ്ടല്ലോ, നിയമത്തിന്റെ വഴിയെ പോകട്ടെ. ഇല്ല, അദ്ദേഹം ചെയ്യുന്നത് 100-99 ആൾക്കാർക്ക് സന്തോഷമാണ്. അപ്പൊ ആ ഒരു സന്തോഷം അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് വീടില്ലാത്ത എത്ര പാവങ്ങൾ നമ്മൾ പോലും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാരെയാണ് അദ്ദേഹം ഈ ഒരു ക്യാമറയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ട് അവർക്ക് ആ ഒരു വീട് വെച്ച് കൊടുക്കേണ്ടത്, പിന്നെ അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. ഇതാണ് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ. അപ്പൊ അദ്ദേഹം ചെയ്യുന്നത് ഒരിക്കലും തെറ്റായിട്ട് നമുക്ക് കരുതാൻ പറ്റില്ല. കാരണം ഈ ഒരു കാര്യം വീട് വെച്ച് കൊടുക്കുന്നത്, പിന്നെ ബാക്കി കാര്യങ്ങൾ അത് നിയമത്തിന്റെ വഴിയായിരിക്കും പോകേണ്ടത്. അപ്പൊ എന്തായാലും അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ട് വരാം. ഞാൻ ആദ്യമായിട്ടാണ് അച്ചായൻസ് ഗോൾഡിന്റെ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ എന്നെയും എന്റെ സ്ഥാപനത്തെയും എന്റെ ജീവനക്കാരെയും പറ്റി മോശമായി വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വ്യക്തി. പക്ഷെ ഇതുവരെ ഞാൻ ഇതിനൊന്നും പ്രതികരിച്ചില്ല. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന കുറെ ജനങ്ങൾ എന്നോട് പറഞ്ഞു ഇതിനെതിരെ പ്രതികരിക്കണമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തിനുള്ളിൽ പല ആൾക്കാർ വഴി എന്നോട് ഭീമമായ തുക ഈ വ്യക്തി എന്നോട് ആവശ്യപ്പെട്ടു. പക്ഷെ ഈ ഭീമമായ തുക ഉണ്ടെങ്കിൽ എനിക്ക് 15 പരം വീടുകൾ, പാവങ്ങളായ ആൾക്കാരെ എനിക്ക് സഹായിക്കാൻ പറ്റും. ഇതിനെതിരെ നിയമപരമായിട്ട് ഞാൻ നീങ്ങിയിട്ടുണ്ട്. ഈ സഹായം ഇനിയും മുന്നോട്ട് തുടരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഇതുവരെ നിങ്ങളോട് ഒരു സഹായവും ആവശ്യപ്പെട്ടിട്ടില്ല, കാരണം എൻ്റെ വരുമാനത്തിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് നിങ്ങളുടെ ഒരു സഹായം ആവശ്യമാണ്. കാരണം എന്നെ വ്യാജ പ്രചരണങ്ങൾ നടത്തി എൻ്റെ സ്ഥാപനവും അല്ലെങ്കിൽ എന്നാ പറയുക എൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നശിപ്പിക്കാൻ ഈ വ്യക്തി നോക്കിയാണ്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, എനിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തുന്ന ഈ വ്യക്തിയുടെ ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ ലിങ്കിൽ കയറി എന്നെ സ്നേഹിക്കുന്നവരെല്ലാം ഇതിനെതിരെ റിപ്പോർട്ട് അടിക്കണം. ഇതിനെതിരെ നിങ്ങൾ പ്രതികരിക്കുകയും ചെയ്യണം. ഇതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ചാനൽ ഭയങ്കര തട്ടിപ്പാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ ഒരു മീഡിയക്കാരൻ പറയുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു വീട് കൊടുക്കുമ്പോഴത്തേക്ക് കൈമാറുന്ന സമയത്ത് അവരുടെ ആ മുഖത്തുണ്ടാകുന്ന, അതായത് ഒരു അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ കയറി താമസിക്കാൻ പറ്റുന്ന ഒരു ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ നമ്മളിങ്ങനെ പറയുന്ന ഓരോ ആൾക്കാർക്കും ഇതുപോലെ ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ സാധിക്കത്തില്ല. പിന്നെ എന്തിനാണ് അദ്ദേഹം ചെയ്യുന്നെങ്കിൽ 10 പേർക്ക് അത് സഹായം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൊടുക്കുന്നില്ലേ. അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരിക്കലും കാര്യമില്ല. അദ്ദേഹം ഇനിയും ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഒരു സ്ഥലത്ത് വീട് വെച്ച് കൊടുക്കാണ്. ഇപ്പൊ സ്ഥലം ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് വീട് വെച്ച് കൊടുക്കണ്ട. ഈ സ്ഥലം ഇല്ലാത്തവർക്ക് കുറച്ച് സ്ഥലം മേടിച്ച് വീട് വെച്ച് കൊടുക്കണ്ട. അങ്ങനെ അവരെ മനസ്സമാധാനത്തോടു കൂടി ഒരു കോമ്പൗണ്ടിലേക്ക് അവരാക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഗവൺമെന്റിന് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത്. ഒരിക്കലും നമുക്കത് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ ലൈഫ് മിഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഇത് കൊടുത്താൽ തന്നെ മാത്രമേ നമുക്ക് അത് ആ ഒരു സ്ഥലം ഇനി എവിടെയാണ് കിട്ടുന്നതെന്ന് പോലും അറിയത്തില്ല. നമ്മൾ ഗവൺമെന്റിൽ കൊടുത്താൽ ചിലപ്പം ഏതെങ്കിലും ഉള്ളിലേക്കുള്ള പ്രദേശങ്ങളായിരിക്കാം. എന്നിരുന്നാലും നമുക്ക് നമ്മുടെ ആഗ്രഹിച്ചതുപോലെ ആയിരിക്കത്തില്ല കിട്ടുന്ന. ഇവർക്ക് അങ്ങനെയല്ല. അദ്ദേഹം ഓരോ പാവപ്പെട്ട ആൾക്കാർ, അതും തീരെ പാവപ്പെട്ട ആൾക്കാരെയാണ് അദ്ദേഹം കണ്ടെത്തുന്നത്. ചാരിറ്റി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി ചെയ്യുന്ന ചാരിറ്റി ഷൂട്ട് ചെയ്ത് റീലാക്കി നന്മമരം ചമഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന ടോണി വള്ളിയാരി. എല്ലാം തെളിവോടെ പിടികൂടി കേന്ദ്ര ഏജൻസികളും. കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഭയക്കുന്ന അച്ചയൻസ് ഗോൾഡ് ഉടമ ടോണി വള്ളിയാരിനെ കുറിച്ചുള്ള പ്രത്യേക അന്വേഷണ പരമ്പര ആരംഭിക്കുകയാണ് ഫസ്റ്റ് റിപ്പോർട്ടർ. തട്ടിപ്പിന്റെ പേരോ അച്ചയൻസ് ഗോൾഡ്. അപ്പൊ എന്തൊക്കെയാണ് പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തിന് തട്ടിപ്പുണ്ട്, സ്വർണ്ണ ബിസിനസ്, പിന്നെ ഈ ഒരു എന്താ പറയാ കള്ളപ്പണം, ഇതൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിയമത്തിന്റെ വഴിയെ പോട്ടെ, അത് കണ്ടുപിടിക്കും. പിന്നെ ഒരു സൈഡിൽ അദ്ദേഹം പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്നുണ്ടെങ്കിൽ സഹായിക്കട്ടെ. അത് നമ്മളായിട്ട് എന്തിനാ ഇല്ലാണ്ടാക്കുന്ന. അദ്ദേഹം ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നുണ്ട്. ഒരിക്കലും ചെയ്യാൻ ആർക്കും കഴിയാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. പിന്നെ ഈ ബാക്കി കാര്യങ്ങളൊക്കെ അത് അതിൻ്റെതായിട്ടുള്ള പോലീസ് കേസും അങ്ങനെയുള്ള സംഭവങ്ങളും പോട്ടെ, അദ്ദേഹം അതിനുള്ള മറുപടി കൊടുക്കുമല്ലോ. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ
ഉണ്ടെങ്കിൽ അത് നിയമത്തിന്റെ വഴിയായി പോകും. അപ്പോൾ അദ്ദേഹത്തിനെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, അദ്ദേഹം ചെയ്തു കൊടുക്കുന്ന സഹായങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അദ്ദേഹത്തിൽ നിന്ന് ഇനിയും സഹായങ്ങൾ കിട്ടാൻ വേണ്ടി ആഗ്രഹത്തോടെ കണ്ണീരോട് കൂടി കാത്തിരിക്കുന്ന, അദ്ദേഹം ഒരു ദൈവമാണ് എന്നുള്ള രീതിയിൽ കാത്തിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇനിയും സഹായങ്ങൾ കിട്ടട്ടെ എന്നാണ് ഞാനും പറയുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വലിയൊരു ഡാറ്റ കളക്ഷനിലാണ്. കേരളത്തിൽ എങ്ങനെയാണ് ഇത്രയധികം സ്വർണ്ണ വ്യാപാരം നടക്കുന്നത്, കള്ളക്കടത്ത് സ്വർണം ഇതിനായി ഉപയോഗിക്കുന്നുണ്ടോ, ഇത്രയധികം പണം എങ്ങനെയാണ് ഇവർ പരസ്യത്തിന് മാത്രമായി ചെലവിടുന്നത് തുടങ്ങി നിരവധി കാര്യങ്ങൾ പരിശോധനയുടെ ഭാഗമായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ വിവിധ സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ കേന്ദ്ര ഏജൻസികളുടെ ക്ലോസ് മോണിറ്ററിംഗിലാണ്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമായി 35ലധികം ബ്രാഞ്ചുകൾ ഉള്ള അച്ചയൻസ് ഗോൾഡ് കേന്ദ്ര ഏജൻസികളുടെ റഡാറിലേക്ക് വരുന്നത് കേരളത്തിൽ നിന്ന് കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളും ബ്ലാക്ക് മണി ഇടപാടുകളും സംബന്ധിച്ച ഡാറ്റകൾ ഇതിനകം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര ഏജൻസികളിൽ നിന്ന് ലഭിക്കുന്ന അനൌദ്യോഗിക വിവരം. അടുത്ത കാലത്ത് ഭൂമി വാങ്ങിയതിലും വിദേശത്ത് നടത്തുന്ന സ്ഥാപനത്തിന്റെ നിക്ഷേപം സംബന്ധിച്ചും കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഡോക്യുമെന്റുകളും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഇതിനകം ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ടോണി നടത്തിവരുന്ന മുഴുവൻ ചാരിറ്റി പ്രവർത്തനങ്ങളും സാറ്റലൈറ്റ്, അച്ചടി, ഓൺലൈൻ, റേഡിയോ മാധ്യമങ്ങൾക്കും റെയിൽവേ, മറ്റ് സ്ഥാപനങ്ങൾ, റോഡുകളിൽ കാണുന്ന പടുകൂറ്റൻ ഹോൾഡിംഗ്സ് എന്നിവയ്ക്കായി മാസം ചിലവിടുന്ന കോടിക്കണക്കിന് വരുന്ന പരസ്യ ചിലവുകളും കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചു വരികയാണ്. പഴയ സ്വർണം വാങ്ങി മറിച്ചു വിൽക്കുക, ബാങ്കുകളിലും മറ്റുമുള്ള സ്വർണം പണം അടച്ച് കമ്മീഷൻ വ്യവസ്ഥയിൽ ഉടമയ്ക്ക് എടുത്തു നൽകുക, ഒപ്പം സ്വർണ്ണ വ്യാപാരവുമാണ് അച്ചയൻസ് ഗോൾഡ് ചെയ്തു വരുന്ന സേവനങ്ങളെന്ന് സ്ഥാപനം അവകാശപ്പെടുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം ലഭിക്കുന്ന കമ്മീഷൻ കൊണ്ട് മാത്രം ഇത്രയധികം തുക പരസ്യങ്ങൾക്കും ചാരിറ്റിക്കും ചിലവിടാൻ സാധിക്കില്ലെന്നാണ് അന്വേഷണ ഏജൻസികളുടെ പ്രാഥമിക നിഗമനമായി ലഭിക്കുന്ന വിവരം. ടോണിയുടെ പക്കലുള്ള ആഡംബര വാഹന ശേഖരണത്തിന്റെ പർച്ചേസ് രേഖകളും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ഇതിലും വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായാണ് സൂചന. ഓരോ ബ്രാഞ്ചുകൾ ആരംഭിക്കുമ്പോഴും ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന താരങ്ങളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചും പ്രമോഷനായി ഓൺലൈൻ സാറ്റലൈറ്റ് മാധ്യമങ്ങൾക്ക് വലിയ തുക നൽകിയാണ് ഇയാൾ മാധ്യമങ്ങളെ വിലക്കെടുത്തിരിക്കുന്നത്. കോട്ടയം നഗരത്തിൽ ചെറിയ രീതിയിൽ സ്വർണ്ണപ്പണയ സ്ഥാപനം നടത്തി വന്ന ടോണി എങ്ങനെയാണ് കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് ശതകോടികൾ ആസ്തിയുള്ള ടോണി അച്ചായൻ ആയി മാറിയെന്നത് ഞെട്ടിപ്പിക്കുന്ന കഥയാണ്. അന്യസംസ്ഥാന വാഹനങ്ങൾ വില കുറച്ച് വാങ്ങിയതിന് ശേഷം മറിച്ചുവിറ്റും ചാരിറ്റിയുടെ മറവിൽ പാവങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ദുരുപയോഗം ചെയ്തും ടോണി വൻ സാമ്പത്തിക തട്ടിപ്പാണ് നടത്തുന്നതെന്നാണ് കേന്ദ്ര ഏജൻസികൾക്ക് ലഭിക്കുന്ന സൂചനകൾ. വരും ദിവസങ്ങളിൽ റെയ്ഡ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് വിവിധ കേന്ദ്ര ഏജൻസികൾ. ഇതിനകം ലഭിച്ചിരിക്കുന്ന ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കാൻ സാധ്യതയുണ്ടെന്നാണ് അനൌദ്യോഗിക വിവരം. മുമ്പ് GST വെട്ടിപ്പ് നടത്തിയത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നതിനിടെ അന്വേഷണത്തെ സ്വാധീനം ഉപയോഗിച്ച് വഴിതിരിച്ചു വിട്ടതായി നേരത്തെ ടോണിക്കെതിരെ ആരോപണമുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസികളുടെ നീക്കങ്ങൾ വളരെ കരുതലോടെയാണ്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ നിന്നും താൽക്കാലികമായി രക്ഷപ്പെടാൻ ടോണി വിദേശത്തേക്ക് കടന്നതായും സൂചനയുണ്ട്. അതേസമയം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം സംബന്ധിച്ച വിവരങ്ങളിൽ പ്രതികരണം തേടി അച്ചയൻസ് ഗോൾഡ് ഉടമ ടോണിയെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും സ്വിച്ച് ഓഫ് എന്നാണ് ലഭിച്ച മറുപടി. ഈ അന്വേഷണ പരമ്പരയുടെ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും ഞാൻ എൻ്റെ ചാരിറ്റി പ്രവർത്തനം നിർത്താൻ പോകുന്നില്ല. കാരണം എന്നെ പ്രതീക്ഷിച്ച് ഒരുപാട് ആൾക്കാർ ഈ ഒരു ലോകത്തുണ്ട്. അവർക്ക് ഇനിയും സഹായങ്ങൾ എത്തിക്കണം, വീടില്ലാത്തവർക്ക് വീടെത്തിക്കണം, അല്ലാത്ത സഹായങ്ങളാണെങ്കിൽ അല്ലാത്ത സഹായങ്ങൾ എത്തിക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ വഴിയെ തന്നെ പോകും എന്നുള്ള ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് ടോണിയച്ചൻ ഇപ്പോഴും ഉള്ളത്. അപ്പോൾ എന്തായാലും വീണ്ടും ഒരുപാട് വീഡിയോകൾ വെച്ച് കൊടുക്കാനും ഇതുപോലെ ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും ഇതുപോലെ വീഡിയോകൾ കിട്ടാനും അദ്ദേഹത്തിന് ഇതുപോലെ സഹായങ്ങൾ ചെയ്യാനും സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം പുതിയ വീഡിയോ ഇട്ട് വരാം. ടാറ്റ.